ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ കറണ്ട് ഗെയിൻ ആണ്. നമ്മൾ പഠിച്ച 3 കോൺഫിഗറേഷനിൽ ഏതൊക്കെയാണ്? കോമൺ ബേസ് കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. ഈ 3 കോൺഫിഗറേഷനിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ആണ് ഇത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കാണുന്ന ഒട്ടുമിക്ക ഓഡിയോ ആംപ്ലിഫയറിലും ഉപയോഗിക്കുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. കാരണം ഈ ഓഡിയോ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് സ്പീക്കറുകളാണ്. അപ്പൊ ഈ സ്പീക്കറിന്റെ ഈ കോയില്, ഇൻഡക്ടർ കോയിൽ ഡ്രൈവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കറണ്ട് ആവശ്യമാണ്. അവിടെ കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് സ്പീക്കറിനെ ഡ്രൈവ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ അതിനെ വൈബ്രേറ്റ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള കറണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ആവശ്യമാണ്. ഇപ്പൊ കറണ്ട് ആംപ്ലിഫിക്കേഷൻ കിട്ടുന്നത് നമുക്ക് ഈ കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ് കൂടുതൽ കിട്ടുന്നത്. അപ്പൊ അതെങ്ങനെയാണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞതാണ് ഈ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം അതിന്റെ കോൺഫിഗറേഷൻ, അല്ലെങ്കിൽ അതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ ഏതായിരിക്കണം? ആക്റ്റീവ് മോഡ് ഓഫ് ഓപ്പറേഷൻ ആയിരിക്കണം, അല്ലേ? എന്നാൽ മാത്രമേ അത് ആ ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആക്റ്റീവ് മോഡ് ഓഫ് ഓപ്പറേഷൻ ആയിരിക്കണം. അപ്പൊ ആക്റ്റീവ് മോഡ് ഓഫ് ഓപ്പറേഷൻ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ ഫോർവേഡ് ബയസിലായിരിക്കണം. അതുപോലെ കളക്ടർ ബേസ്ഡ് ജംഗ്ഷൻ റിവേഴ്സ് ബയസിലായിരിക്കണം. ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഒന്നുകൂടി പറയാണ്. എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ ഫോർവേഡ് ബയസിലായിരിക്കണം. അതുപോലെ കളക്ടർ ബേസ്ഡ് ജംഗ്ഷൻ റിവേഴ്സ് ബയസിലായിരിക്കണം. അങ്ങനെ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് അപ്ലൈ ചെയ്തിട്ടുള്ളത്? VBB എന്ന് പറയുന്ന ഒരു സെല്ല് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഏതിന് അക്രോസ് ആണ്? ബേസ് എമിറ്റർ ജംഗ്ഷൻ അക്രോസ്. എന്തിനാണ്? ഈ ഒരു ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആക്കി മാറ്റാൻ. ഇനി ഇവിടെ VCC എന്ന് പറയുന്ന ഒരു സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ കൊടുക്കുന്നതോട് കൂടി എന്ത് സംഭവിക്കും? ഇവിടെ കളക്ടർ ബേസ്ഡ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ് ആയി മാറും. ഓക്കെ, ഈ പോസിറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? കളക്ടറിലാണ്, എൻ റീജിയണിലേക്കാണ്. സ്വാഭാവികമായിട്ട് എന്താണ്? റിവേഴ്സ് ബയസ് ആയി മാറും ഈ ജംഗ്ഷൻ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അതായത് ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം? ആക്റ്റീവ് മോഡിലായിരിക്കണം. ആക്റ്റീവ് മോഡിൽ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? കോമൺ എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ റിവേഴ്സ് ഫോർവേഡ് ബയസിലായിരിക്കണം. കളക്ടർ ബേസ്ഡ് ജംഗ്ഷൻ റിവേഴ്സ് ബയസിലായിരിക്കണം. ഇതാണ് കണ്ടീഷൻ. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് കളക്ടർ കറണ്ടിനെയാണ്. ഇതിന്റെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് കളക്ടർ കറണ്ട് ആണ്, അല്ലെ? കളക്ടർ കറണ്ട് ആണ് ശരിക്കും ഇതിന്റെ ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് കറണ്ട് ഏതാണ്? IB ആണ് ഇൻപുട്ട് കറണ്ട്, അല്ലെങ്കിൽ ബേസ് കറണ്ട് ആണ് ഇൻപുട്ട് കറണ്ട്. എമിറ്റർ കറണ്ട് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഈ സെല്ല് എന്താണ്? ഈ സെല്ല് ഇതിനെ ബയാസ് ചെയ്യിക്കാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഒരു സെല്ലാണ്. അല്ലെങ്കിൽ ഈ VCC എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ ബയാസ് ചെയ്യിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു 2 സെല്ലുകളാണ് VBBയും VCCയും. ഇനി നമുക്ക് ഈ ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ആംപ്ലിഫൈ ചെയ്യേണ്ട സിഗ്നൽ അത് നമ്മൾ ഇവിടെ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യും. ഓക്കെ, ഇൻപുട്ടിൽ ഇതാണ് ഇൻപുട്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതിന് അക്രോസ് കൊടുക്കും, ഈ ഒരു 2 ടെർമിനൽ അക്രോസ്. അപ്പൊ ഈ 2 ടെർമിനൽ അക്രോസ് പോസിറ്റീവ് ഇവിടെയും കൊടുക്കും, നെഗറ്റീവ് ഇവിടെയും കൊടുക്കും. ഓക്കെ, ഗ്രൗണ്ട് ഇവിടെ. ഇത് പൊതുവെ ഗ്രൗണ്ട് ആണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഈ കൊടുക്കുന്ന സിഗ്നൽ AC ആവാം, DC ആവാം. അതനുസരിച്ച് ഔട്ട്പുട്ടിൽ എന്തായി മാറും? ആംപ്ലിഫൈഡ് AC സിഗ്നൽ കിട്ടും, അല്ലെങ്കിൽ ആംപ്ലിഫൈഡ് DC കൊടുത്തതെങ്കിൽ ആംപ്ലിഫൈഡ് DC സിഗ്നൽ കിട്ടും. എവിടെയാണ്? ഈ ഒരു ടെർമിനലിൽ, അല്ലെങ്കിൽ ഇതിന് അക്രോസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഈ VBB അപ്ലൈ ചെയ്യുന്ന സമയത്ത് എമിറ്റർ ബേസ്ഡ് ജംഗ്ഷനിൽ, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് പോലെ എമിറ്റർ ബേസ്ഡ് ജംഗ്ഷനിൽ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് എന്ത്? VBE എന്ന് പറയുന്നത്. VBB അപ്ലൈ ചെയ്യുന്ന സമയത്ത് എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ അക്രോസ് ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആണെന്ത്? VBE എന്ന് പറയുന്നത്. VBE ഏതാണ്ട് ഇപ്പം നമ്മൾ ഈ ട്രാൻസിസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്കൺ മെറ്റീരിയൽ കൊണ്ടാണെങ്കിൽ, അല്ലെങ്കിൽ സിലിക്കൺ സെമി കണ്ടക്ടർ ആണെങ്കിൽ
ഈ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ VBന്റെ വാല്യൂ ഏകദേശം 0.7 ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഒരു ഡയോഡിന്, സിലിക്കൺ ഡയോഡിന്റെ കട്ട് ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ നീ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 0.6 to 0.7 ആണ്. ആ ഒരു വോൾട്ടേജ് ആയിരിക്കും ഇവിടെ കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ VBB എന്തുമാത്രം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് സംഭവിക്കില്ല? ഈ VBE ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. എന്ത് സംഭവിക്കത്തുള്ളൂ? ഈ IBന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അതേസമയം IB കൂടുന്നതനുസരിച്ച് ICയും കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ VBB നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ IB ഇൻക്രീസ് ചെയ്യും. അതേ IB ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് IC ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, പക്ഷെ ഈ ഇൻപുട്ട് വോൾട്ടേജ് എന്ത് സംഭവിക്കുന്നില്ല? മാറുന്നില്ല. ഇതിന്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VBE ആണ്. ഈ VBE എന്ത് സംഭവിക്കുന്നില്ല? യാതൊരു വിധ ചേഞ്ച് സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസം. VBE 0.7 എന്നുള്ളത് ചിലപ്പോൾ 0.75 ആവാം, അല്ലെങ്കിൽ 0.65 എന്നുള്ളത് 0.7 ആവാം. അത്രയും വ്യത്യാസം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ IB ചെറുതായിട്ടൊന്ന് മാറുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? IC വളരെ വലിയൊരു ചേഞ്ച് ഉണ്ടാവും ICന്റെ അകത്ത്. ഓക്കെ, അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പൊ VBB എന്ന് പറയുന്നത് ബയാസിംഗ് വോൾട്ടേജ് ആണ്. അതുപോലെ തന്നെ VCCയും ബയാസിംഗ് വോൾട്ടേജ് ആണ്. ഇൻപുട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നു, ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നു. അപ്പൊ ഈ കൊടുക്കുന്ന സിഗ്നൽ AC ആവാം അല്ലെങ്കിൽ DC ആവാം. അതനുസരിച്ച് രണ്ട് ടൈപ്പ് വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് ഗെയിൻ ഉണ്ടായിരിക്കും. രണ്ട് ടൈപ്പ് കറന്റ് ഗെയിൻ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്? DC കറന്റ് ഗെയിനും അതേപോലെ തന്നെ AC കറന്റ് ഗെയിനും. ഓക്കെ, രണ്ട് സർക്യൂട്ടുകൾ. Consider a NPN transistor in a common emitter configuration as shown in figure A and B. Okay, here the base current is the input current. അല്ലെ, base current ആണ് ഇൻപുട്ട് കറന്റ് എന്ന് പറയുന്നത്. And the collector current is the output current. കളക്ടർ കറന്റ് ആണ് ഔട്ട്പുട്ട് കറന്റ് എന്ന് പറയുന്നത്. Okay, the current gain of a transistor in the common emitter configuration is the ratio of കളക്ടർ കറന്റ് ടു ദ ബേസ് കറന്റ്. കളക്ടർ കറന്റ് ടു ദ ബേസ് കറന്റ്, അതായത് ഔട്ട്പുട്ട് കറന്റ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറന്റ്. സിൻസ് ദ ബേസ് കറന്റ് ആൻഡ് ദ കളക്ടർ കറന്റ് മേ ബി ഡയറക്റ്റ് ഓർ ആൾട്ടർനേറ്റിംഗ് കറന്റ്. Therefore, we define two types of current gains, namely DC current gain and AC current gain. Common emitter DC current gain is defined as the ratio of collector current IC to the base current IB and is designated by beta. ബീറ്റ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ കറന്റ് ഗെയിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ബീറ്റ DC എന്ന് പറയും, അല്ലെങ്കിൽ HFE എന്ന് പറയുന്ന ടേം കൊണ്ടും നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. മാത്തമാറ്റിക്കലി ദ കോമൺ എമിറ്റർ DC കറന്റ് ഗെയിൻ എന്താണ്? ബീറ്റ ഈക്വൽ ടു IC ബൈ IB, ഔട്ട്പുട്ട് കറന്റ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറന്റ്. Okay, now we know that collector current of a transistor is much larger than the base current. ഇൻപുട്ട് കറന്റ് എന്ന് പറയുന്നത്, ഇൻപുട്ട് കറന്റ് ബേസ് കറന്റ് കൊടുക്കുന്നതിന്റെ വളരെ വലിയ വാല്യൂ ആയിരിക്കും കളക്ടർ കറന്റ് എന്ന് പറയുന്നത്. Therefore, the value of beta is much greater than unity. നമ്മൾ നേരത്തെ പറഞ്ഞ കോമൺ ബേസ് കോൺഫിഗറേഷന്റെ ആൽഫ എന്ന് പറയുന്നത്, ആൽഫന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് 1 ഈക്വൽ ആയിരുന്നു, അല്ലെങ്കിൽ 1 കുറഞ്ഞൊരു വാല്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ബീറ്റ എന്ന് പറയുന്നത് വളരെ വലിയൊരു വാല്യൂ ആയിരിക്കും. യൂണിറ്റ് ഏകദേശം 100 അടുത്ത് വരും. ഫോർ എക്സാമ്പിൾ, IC ഈക്വൽ ടു, അല്ലെങ്കിൽ കളക്ടർ കറന്റ് എന്ന് പറയുന്നത് 5 മില്ലി ആംപിയർ ആണ്. IB എന്ന് പറയുന്നത് 0.05 മില്ലി ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ദ കോമൺ എമിറ്റർ DC കറന്റ് ഗെയിൻ എത്ര വരുന്നത്? ബീറ്റ ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 0.05 ഈക്വൽ ടു 100. ഇതാണ് ബീറ്റന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും കൂടാം. ദ എബോവ് വാല്യൂ ഓഫ് ബീറ്റ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ കളക്ടർ കറന്റ് ഈസ് 100 ടൈംസ് ദാറ്റ് ഓഫ് ദ ബേസ് കറന്റ്. ഓക്കെ, ബേസ് കറന്റിന്റെ 100 ടൈംസ് കൂടുതലാണ് എന്ത്? കളക്ടർ കറന്റ് എന്ന് പറയുന്നത്. ടിപ്പിക്കൽ വാല്യൂ ഓഫ് ബീറ്റ മേ റേഞ്ച് ഫ്രം 20 to 250 അത്രയും വരെ ചേഞ്ച് ചെയ്യാം. 20 to 250 വരെ ചേഞ്ച് ചെയ്യാം. 250 ആയി കഴിഞ്ഞാൽ വളരെ വലിയൊരു ആംപ്ലിഫിക്കേഷൻ ആണ് നമുക്ക് കിട്ടുക. സംടൈംസ് ബീറ്റ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് ഓൾസോ നോൺ ആസ് ലാർജ് സിഗ്നൽ കോമൺ എമിറ്റർ കറന്റ് ഗെയിൻ. ഓക്കെ, ലാർജ് സിഗ്നൽ കോമൺ എമിറ്റർ കറന്റ് ഗെയിൻ എന്നും നമ്മൾ ബീറ്റനെ ചില സമയത്ത് പറയാറുണ്ട്. ഇത്രയാണ് കോമൺ എമിറ്റർ DC കറന്റ് ഗെയിൻ.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോമൺ എമിറ്റർ എ സി കറണ്ട് ഗെയിൻ ആണ്. എന്താണ് കോമൺ എമിറ്റർ എ സി കറണ്ട് ഗെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് സ്മോൾ ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ഡെൽറ്റ ഐ സി ടു ദ സ്മോൾ ചേഞ്ച് ഇൻ ദ ബേസ് കറണ്ട് ഡെൽറ്റ ഐ ബി ഫോർ എ കോൺസ്റ്റന്റ് കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ്. അല്ലെ, വി സി എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ കളക്ടർ കറണ്ട് എന്ത് സംഭവിക്കും? കളക്ടർ കറണ്ട് സംഭവിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇൻപുട്ട് ഒരു എ സി സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ വാല്യൂവിന്റെ ഉള്ളിൽ അതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഒരു ചേഞ്ച് അവിടെ ഉണ്ടാവും. അപ്പൊ ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ടു ദ സ്മോൾ ചേഞ്ച് ഇൻ ദ ബേസ് കറണ്ട് ആണ് നമ്മൾ അതിന്റെ കോമൺ എമിറ്റർ എ സി കറണ്ട് ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. For a constant collector to emitter voltage VCE, it is designated by beta 0 അല്ലെങ്കിൽ ബീറ്റ എ സി ഓർ HFE. ഇവിടുത്തെ FE എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആയിരിക്കും. മാത്തമാറ്റിക്കലി കോമൺ എമിറ്റർ എ സി കറണ്ട് ഗെയിൻ എന്താണ്? ബീറ്റ 0 ഈക്വൽ ടു ഡെൽറ്റ ഐ സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ ബി ആണ്. ഓക്കെ, ബീറ്റ ഡി സി എന്ന് പറയുന്നത് ഐ സി ബൈ ഐ ബി ആണ്. ബീറ്റ 0 അല്ലെങ്കിൽ ബീറ്റ എ സി എന്ന് പറയുന്നത് ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി ആണ്. Okay, the term beta 0 is also called common emitter short circuit current gain or small signal common emitter current gain. ഈ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാൻ കാരണം എ സി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എ സി അനാലിസിസ് ആണ് ചെയ്യുന്നത്. ആ സമയത്ത് ഡി സി സോഴ്സുകളെല്ലാം ഷോർട്ട് ചെയ്യും. അക്കാരണത്താലാണ് എന്ത് വിളിക്കുന്നത്? ബീറ്റ എ സിനെ കോമൺ എമിറ്റർ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഗെയിൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്മോൾ സിഗ്നൽ കോമൺ എമിറ്റർ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ടു നോ ദാറ്റ് ബീറ്റ 0 ഓർ HFE എന്ന് പറയുന്നത് ഈസ് എ പാരാമീറ്റർ യൂസ്ഡ് ഇൻ ദ അനാലിസിസ് ഓഫ് സ്മോൾ സിഗ്നൽ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ട്സ്. ഓക്കെ, ചെറിയ കറണ്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചെറിയ സിഗ്നൽ ഉപയോഗിക്കുന്ന ആംപ്ലിഫയർ സർക്യൂട്ടിന്റെ അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബീറ്റ 0 അല്ലെങ്കിൽ എ സി കറണ്ട് ഗെയിൻ ഉപയോഗിക്കുന്നത്. Beta 0 have a range of values similar to that of mentioned for beta. For the practical purposes, DC current gain and AC current gain are considered to be equal. That is beta equal to beta 0. നോർമൽ കേസിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു അനാലിസിസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കേസിൽ ബീറ്റന്റെ വാല്യൂ, അതായത് ബീറ്റ ഡി സിന്റെ വാല്യൂ ബീറ്റ എ സിന്റെ വാല്യൂ ഏതാണ്ട് ഈക്വൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറ്. ഓക്കെ, ഇത്രയാണ് കറണ്ട് ഗെയിൻ ഓഫ് എ BJT ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ മനസ്സിലാക്കി വെക്കാനുള്ളത്. ഏതൊക്കെയാണ്? ബീറ്റന്റെ വാല്യൂ എന്ന് പറയുന്നത്, ബീറ്റ ഡി സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഐ സി ബൈ ഐ ബി ആണ്. ബീറ്റ എ സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ആണ്, ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ആൽഫന്റെയും ബീറ്റന്റെയും തമ്മിലുള്ള കുറച്ച് റിലേഷൻസ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ